ഓം ശ്രീ ഗണേശായ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ കുലദേവതായേ നമഃ. ദേവി മാഹാത്മ്യത്തിലെ 12-ാമത്തെ അധ്യായം ദേവി ചരിത മാഹാത്മ്യമാണ്. ദേവിയാണ് പറയുന്നത്. നമുക്ക് ഗ്യാരണ്ടി തരുവാണ് ഈ ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ. ഓരോ അധ്യായങ്ങളും സ്തുതികളായാലും എല്ലാം നമുക്കത് കാണാം. എന്താണെന്നുള്ളത് വിവർത്തനം പറയാം. ആദ്യത്തെ ശ്ലോകം യാതൊരുവൻ, ഇത് ദേവി പറയുന്നതാണ്. യാതൊരുവൻ അനന്യ മനസ്സായിട്ട് ഈ സ്തോത്രങ്ങളെ കൊണ്ട് എന്നും എന്നെ സ്തുതിക്കുന്നുവോ അവന്റെ എല്ലാ ഉപദ്രവത്തെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് നിശ്ചയം. പിന്നെ 2, 3, 4 ശ്ലോകങ്ങളിൽ ദേവി പറയുവാണ്, യാവ ചിലർ മധുകൈടഭന്മാരുടെ നാശത്തെയും മഹിഷാസുര വധത്തെയും അതുപോലെ തന്നെ ശുംഭ നിശുംഭന്മാരുടെ വധത്തെയും കീർത്തിക്കുന്നുവോ, യാവ ചിലർ ഏകാഗ്ര ചിത്തന്മാരായിട്ട് അഷ്ടമിയിലും ചതുർദശിയിലും നവമിയിലും എൻ്റെ ഉത്തമമായ മാഹാത്മ്യത്തെ ഭക്തിയോടുകൂടി കേൾക്കുകയും ചെയ്യുന്നുവോ അവർക്ക് പാപം ഒട്ടും ഉണ്ടാകുന്നില്ല, ദുഷ്കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളും ഉണ്ടാകുന്നില്ല, ദാരിദ്ര്യവും ഉണ്ടാകുന്നില്ല, ഇഷ്ടജനങ്ങളോടുള്ള വേർപാടും ഉണ്ടാകുന്നില്ല. 5-ാമത്തെ ശ്ലോകം അവൻ ശത്രുവിൽ നിന്നുള്ള പേടിയില്ല, തസ്കരനിൽ നിന്നോ രാജാവിൽ നിന്നോ ഉള്ള ഭയവുമില്ല, ശസ്ത്രത്തിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ജലപ്രവാഹത്തിൽ നിന്നോ ഉള്ള ഭയവും ഒരിക്കലും ഉണ്ടാകുന്നില്ല. അത് 6-ാമത്തെ ശ്ലോകം അതു ഹേതുവായിട്ട് ഏകാഗ്ര ചിത്തന്മാരാൽ ശ്രേഷ്ഠമായി മഹത്തായി മംഗളത്തിനു മാർഗമായിരിക്കുന്ന എൻ്റെ ഈ മാഹാത്മ്യത്തെ ഭക്തിയോടുകൂടി നിത്യവും പഠിക്കേണ്ടതും കേൾക്കേണ്ടതുമാകുന്നു. 7-ാമത്തെ ശ്ലോകം എൻ്റെ മാഹാത്മ്യം മഹാമാരി സമുദ്ഭവങ്ങളായ സകല ഉപദ്രവങ്ങളെയും അപ്രകാരം 3 വിധത്തിലുള്ള ഉൽപാദങ്ങളെയും ശമിപ്പിക്കും. 8-ാമത്തെ ശ്ലോകം യാതൊരിടത്ത് എൻ്റെ ഗ്രഹത്തിൽ ഇത് ദിവസം തോറും വഴിപോലെ പാരായണം ചെയ്യുന്നുവോ ആ ഗ്രഹത്തെ ഒരിക്കലും ത്യജിക്കുന്നതല്ല, ആ ഗ്രഹത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാകുന്നു. 9-ാം ശ്ലോകം ദേവിയെ ഉദ്ദേശിച്ചുള്ള ബലിദാനത്തിലും പൂജയിലും ഹോമം ചെയ്യുമ്പോഴും മഹോത്സവത്തിലും എൻ്റെ ഈ ചരിത്രം മുഴുവനും ഉച്ചരിക്കപ്പെടേണ്ടതും കേൾക്കപ്പെടേണ്ടതും തന്നെ ആകുന്നു. 10-ാമത്തെ ശ്ലോകം ശാസ്ത്രോക്ത പ്രകാരം അറിവുള്ളവനോ അറിവില്ലാത്തവനോ ആയിരുന്നാലും ചെയ്യപ്പെട്ട ബലിയെയും പൂജയെയും അപ്രകാരം തന്നെ ചെയ്യപ്പെട്ട അഗ്നിയിൽ ചെയ്യപ്പെടുന്ന ഹോമത്തെയും ഞാൻ പ്രീതിയോടുകൂടി സ്വീകരിക്കും. 11, 12 ശ്ലോകങ്ങൾ ശരൽക്കാലത്തിലും വർഷകാലത്തിലും യാതൊരു മഹാപൂജ ചെയ്യപ്പെടുന്നുവോ ആ പൂജയിൽ എൻ്റെ ഈ മാഹാത്മ്യത്തെ ഭക്തിയോടു കൂടിയവനായ മനുഷ്യൻ കേട്ടിട്ട് എൻ്റെ പ്രസാദം നിമിത്തം വലുതായ എല്ലാ പീഡകളിൽ നിന്നും നിർമ്മിക്കുന്നതായിട്ട് ധനധാന്യങ്ങളോടും പുത്രന്മാരോടും കൂടിയവനായിട്ട് ഭവിക്കുന്നു, സംശയമില്ല. 13-ാമത്തെ ശ്ലോകം എൻ്റെ ഈ മാഹാത്മ്യത്തെയും അപ്രകാരം ശുഭങ്ങളായ ഉൽപ്പത്തികളെയും യുദ്ധങ്ങളിൽ ഉള്ള പരാക്രമത്തെയും കേട്ടിട്ട് മനുഷ്യൻ ഭയമില്ലാത്തവനായിട്ട് ഭവിക്കുന്നു. 14 എൻ്റെ മാഹാത്മ്യത്തെ കേൾക്കുന്ന പുരുഷന്മാർക്ക് ശത്രുക്കൾ നാശത്തെ പ്രാപിക്കുന്നു, മംഗളമുണ്ടാകുകയും ചെയ്യുന്നു, ഗോത്രം വർദ്ധിക്കുകയും ചെയ്യുന്നു. 15-ാമത്തെ ശ്ലോകം എല്ലാ ശാന്തി കർമ്മത്തിലും അപ്രകാരം ദുസ്വപ്നം കാണുമ്പോഴും ഘോരങ്ങളായ നവഗ്രഹങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളിലും എൻ്റെ മാഹാത്മ്യം കേൾക്കേണ്ടതാകുന്നു. 16 ബാധകളും ഭയങ്കരങ്ങളായ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും നാശത്തെ പ്രാപിക്കുന്നു, മനുഷ്യരാൽ കാണപ്പെടുന്ന ദുസ്വപ്നവും നല്ല സ്വപ്നമായി തീരുന്നു. 17 ബാലന്മാരെ ഉപദ്രവിക്കുന്ന ഭൂതങ്ങളാൽ ആക്രമിക്കപ്പെട്ട ശിശുക്കൾക്ക് ശാന്തിയെ ചെയ്യുന്നതും മിത്രങ്ങളായ മനുഷ്യർക്ക് തമ്മിലുള്ള കലഹത്തിൽ ഉത്തമമായിരിക്കുന്ന സ്നേഹത്തെ ഉണ്ടാക്കുന്നതുമാകുന്നു. 18 എൻ്റെ മാഹാത്മ്യ പാരായണം കൊണ്ട് തന്നെ എല്ലാ ദുഷ്ടന്മാർക്കും ഏറ്റവും ബലഹാനിയെ ചെയ്യുന്നതും രാക്ഷസുകളുടെയും ഭൂതങ്ങളുടെയും പിശാചുക്കളുടെയും നാശത്തെ ചെയ്യുന്നതുമാകുന്നു. 19, 20, 21 എൻ്റെ ഈ മാഹാത്മ്യം മുഴുവനും എൻ്റെ സാന്നിധ്യത്തെ ഉണ്ടാക്കുന്നതാണ്.
പശുക്കൾ, പുഷ്പങ്ങൾ, പൂജാംഗങ്ങളായ തേൻ, നെയ് മുതലായവ, ധൂപങ്ങൾ ഇവയെ കൊണ്ടും അപ്രകാരം ഉത്തമങ്ങളായ ഗന്ധങ്ങളെ കൊണ്ടും ദീപങ്ങളെ കൊണ്ടും പകലും രാത്രിയും ബ്രാഹ്മണരുടെ ഭോജനങ്ങളെ കൊണ്ടും ഹോമങ്ങളെ കൊണ്ടും അഭിഷേകാദികളെ കൊണ്ടും വേറെ പല വിധത്തിലുള്ള ഭോഗങ്ങളെ കൊണ്ടും ദാനങ്ങളെ കൊണ്ടും ഒരു വത്സരം കൊണ്ട് യാതൊരു പ്രീതി എനിക്ക് ഉണ്ടാകപ്പെടുന്നുവോ ആ പ്രീതി ഈ മാഹാത്മ്യം ഒരിക്കൽ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നു. ദേവി മാഹാത്മ്യ ശ്രവണം പാപങ്ങളെ നശിപ്പിക്കുന്നു. 22, 23, 24 എന്റെ ഉത്പത്തികളുടെ കഥനം ഭൂതങ്ങളിൽ നിന്ന് രക്ഷയെ ചെയ്യുന്നു. ദേവി ദാനവയുദ്ധങ്ങളിൽ യാതൊരു ദുഷ്ടദൈത്യന്മാരെ നിഗ്രഹിച്ചു എന്നുള്ള എന്റെ ചരിത്രമുണ്ടോ? ആ ചരിത്രം കേട്ടാൽ മനുഷ്യർക്ക് ശത്രുക്കൾ നിമിത്തമുണ്ടാകുന്ന ഭയം ഉണ്ടാകുന്നതല്ല. നിങ്ങളാൽ ചെയ്യപ്പെട്ട യാതൊരു സ്തുതികളുണ്ടോ? ബ്രഹ്മർഷികളാൽ ചെയ്യപ്പെട്ട യാതൊരു സ്തുതികളുണ്ടോ? ആ സ്തുതികളും ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട സ്തുതികളും സൽബുദ്ധിയെ നൽകുന്നു. 25, 26, 27, 28 ശ്ലോകങ്ങൾ. കാട്ടിൽ കാട്ടുതീ കൊണ്ട് ചുട്ടപ്പെട്ടവനായിട്ടോ ദൂരത്തിലുള്ള ജനശൂന്യമായ മാർഗത്തിൽ കള്ളന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ടോ നിർജ്ജന പ്രദേശത്തിൽ ശത്രുക്കളാൽ പിടിക്കപ്പെട്ടവനായിട്ടോ കാട്ടിൽ സിംഹം, പുലി എന്നിവയാൽ അനുയാനം ചെയ്യുന്നപ്പെട്ടവനായിട്ടോ കാട്ടാനകളാൽ കൊല്ലുന്നതിനായി ചുറ്റപ്പെട്ടവനായിട്ടോ കോപിച്ച രാജാവിനാൽ വധാർഹനാണെന്നും ആജ്ഞാപിക്കപ്പെട്ടവനായിട്ടോ കേട്ടപ്പെട്ടവനായിട്ടോ വൻകടലിൽ കപ്പലിൽ സ്ഥിതനായിട്ട് കാറ്റുകൊണ്ട് ഇളക്കപ്പെട്ടവനായിട്ടോ അതിഭയങ്കരമായ യുദ്ധത്തിൽ ആയുധങ്ങൾ പതിക്കുമ്പോഴും സർവോപദ്രവങ്ങളിലും കഠിന വേദന കൊണ്ട് സിംഹിക്കപ്പെട്ടവനായിട്ടോ ഭാവിച്ചാലും എന്റെ ഈ മഹാത്മ്യത്തെ സ്മരണം ചെയ്യുന്ന മനുഷ്യൻ ദുഃഖത്തിൽ നിന്ന് മോചിക്കപ്പെടും. 29 എന്റെ പ്രഭാവം ഹേതുവായിട്ട് സിംഹാദികളും തസ്കരന്മാരും അപ്രകാരം ശത്രുക്കളും എന്റെ ചരിത്രത്തെ സ്മരിക്കുന്നവന്റെ അടുക്കൽ നിന്ന് ദൂരത്തിൽ തന്നെ ഓടിപ്പോകും. ഇത്രയുമാണ് ദേവി നമുക്ക് ഗ്യാരണ്ടി തരുവാണ് ദേവി മഹാത്മ്യം വായിച്ചാലുള്ള ഗുണങ്ങൾ. ഇത് കഴിഞ്ഞ് ഋഷി മാർക്കണ്ഡേയ മഹർഷിയാണ് പറയുന്നത്. ഭയങ്കര പരാക്രമത്തോട് കൂടിയ ഈ ചണ്ഡികാ ഭഗവതി പ്രകാരം പറഞ്ഞിട്ട് ദേവന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെ തന്നെ അന്തർധാനം ചെയ്തു.